ഹലോ. എടാ എവിടെടാ? എത്ര നേരമായിട്ട് മനുഷ്യൻ കാത്തിരിക്കുന്നു. ചെറിയൊരു പണി കിട്ടി. എന്തോ പണി? തന്ത വിടണില്ല. എടാ നീ ട്രിപ്പ് ഓണാക്കി വെച്ചിട്ട് അവസാനം ഒരുമാതിരി പരിപാടി കാണിക്കരുത്. ഞാൻ എന്തോ ചെയ്യാൻ? അവസാനം നിമിഷം അങ്ങനെ കയറി വന്നത്. അച്ചുക്കുട്ട നീ ഇല്ല ഞങ്ങൾ രണ്ടും പോവില്ല അല്ലേ? ആ അവന്റെ ചെലവ് മുടിപ്പിക്കാന്നല്ലേ നീ പറഞ്ഞത്? ആ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരോട് ഒന്ന് എന്റെ അച്ഛനെ ഒന്ന് കൺവിൻസ് ചെയ്യും. എടാ കൺവിൻസ് എന്താ പറഞ്ഞു? അവന്റെ അച്ഛനെ ചെന്ന് കൺവിൻസ് ചെയ്തിട്ട് ട്രിപ്പിന് വിളിച്ചോണ്ട് പോവാൻ. അവന്റെ അച്ഛനെ? അതെ, അവന്റെ അച്ഛൻ ചോദിക്കുന്നതിനെല്ലാം ഞാൻ മറുപടി പറഞ്ഞോളാം. നീ ബുദ്ധിയില്ലാതെ ഓരോന്ന് വിളിച്ചു പറയാൻ നിൽക്കരുത് കേട്ടാ. ഓ എന്താടാ നിന്റെ ഒക്കെ പഠിത്തം? നീ പറഞ്ഞോ. അത് നീ പറഞ്ഞു, നിനക്കല്ലേ ബുദ്ധിയുള്ള, എനിക്ക് ബുദ്ധിയില്ലല്ലോ. എന്റെ ആണോ ഇവന്റെ ആണോ? മൂന്നിന്റെയും. ആ മൂന്നിന്റെ. നീ പറഞ്ഞോടാ. നീ പറഞ്ഞോ. കുഴപ്പമില്ലാതെ പോന്നച്ചാ. ആർക്ക്? എനിക്കോ? എങ്ങോട്ടാ? ബാണ്ടക്കെട്ടൊക്കെ ആയിട്ട് ഒരു യാത്ര ഉണ്ടച്ചാ. യാത്രയോ? ഒരു ഉല്ലാസയാത്ര. ഉല്ലാസയാത്രയോ? വിനോദമായിട്ട്. വിനോദയാത്ര. വിനോദയാത്ര. കോളേജിൽ കയറാൻ നേരത്ത് ഞാൻ ഇവന്റെ അടുത്ത് ഒറ്റ കാര്യമേ പറഞ്ഞോളൂ, തൊട്ടി കൂട്ടുകെട്ടി പോയി പെടരുതേ എന്ന്. അത് നമ്മുടെ വീട്ടുകാരും അതാ പറഞ്ഞു. എന്നിട്ടും നീ കേട്ട അവൻ കൂട്ടുകൂടി. നമ്മളെ അച്ഛാ, എനിക്കൊന്ന് റിലാക്സ് ചെയ്യണം. ആഹാ, എനിക്കൊന്ന് മൂവ് ഓൺ ആവണം. ഓഹോ. എന്റെ പ്രഷർ അച്ഛൻ അറിയില്ല. അച്ഛന്റെ പ്രഷർ അച്ഛന് മരുന്ന് വിഴുങ്ങിയാൽ മാറ്റാം. ഈ ചെറുപ്രായത്തിലുള്ള എന്റെ പ്രഷറോ? എന്താ നിന്റെ പ്രഷർ? എന്ന് കുപ്പിയെടുക്കാൻ ആലോചിക്കുന്നു, അന്ന് ഡ്രൈഡേ നിനക്ക് പ്രഷർ. കഷ്ടപ്പെട്ട ഒരു പെണ്ണിന്റെ അടുത്ത് ചെന്ന് ഇഷ്ടം പറയുമ്പം അവള് കമ്മിറ്റി ആഫീസ്, നിനക്ക് പ്രഷർ. നീയൊക്കെ ഏതേലും കുറ്റിക്കാട്ടി പോയിരുന്ന് വട്ടത്തി പുക വിടുന്നത് വീട്ടുകാരല്ല, അന്ന് നിനക്കൊക്കെ പ്രഷർ. ഇതൊക്കെ അല്ലാതെ വേറെ എന്ത് പ്രഷറാണ് നിനക്കൊക്കെ ഉള്ളേ? എന്തായാലും നമ്മളെ പോലുള്ള യുവാക്കളെ പറ്റി നാട്ടുകാർ പറഞ്ഞുണ്ടാക്കുന്നേ. യെസ്, അൺസൈക്കബിൾ അവരാതെ. അച്ഛാ, ഞങ്ങളിത് അലമ്പി കൂത്താടാൻ പോകുന്ന യാത്രയല്ല, പിന്നെ ഇതൊരു തീർത്ഥാടന യാത്ര. അതെ അച്ഛാ, പച്ചപ്പും ഹരിതാപവും തേടിയ ഒരു യാത്ര, പ്രകൃതിയുമായി ഇണങ്ങിയ ഒരു യാത്ര, അമിത ഉറക്കം, ലഡു ഭക്ഷണം. ലഘു ഭക്ഷണം. ഇൻട്രസ്റ്റിംഗ്. ഞാൻ പോയി ബാഗ് എടുത്തിട്ട് വരാം. അല്ല, എത്ര ദിവസത്തേക്കാ പോന്നേ? അങ്കിൾ 2 days and 5 nights. അതെ, ഡേ കുറവാ. അല്ല, സ്ഥലം എവിടെ? ഗോവ. എവിടെ? ഗോവ. ഗോവയില് ഇണക്കി പ്രകൃതിയെ ഇണക്കി ഉണ്ടാക്കി വരുന്നയൊക്കെ അലിക്കുലത്തൊന്നുമില്ല, മാന്യായിട്ടുള്ള പരിപാടി. അവനുള്ളത് ഞാൻ കൊടുത്തോളാം. മക്കള് വിട്ടോ? വേഗം ഇപ്പൊ വീട്ടിൽ ചെന്ന ചോറ് കിട്ടും. നടക്കും. ഒന്ന് കൺവിൻസ് ആയി വന്നായിരുന്നു. കഴിവേറെ മക്കള് ഗോവയെ പിഴയ്ക്കാൻ പോകുന്നതിന് അവനൊക്കെ പ്രകൃതി ഉണ്ടാക്കാൻ പോകുന്ന പന്നികള്. അച്ഛാ, പോയി. അവര് പോയി, പക്ഷെ നീ പോവൂല. അച്ഛാ, എന്റെ തീർത്ഥാടനം തീർത്ത് തരടാ ഞാൻ. അച്ഛാ, ട്രിപ്പ് പോയി ഞാൻ ഡ്രോമേ പോവച്ചാ. ഓ, നീ അവിടെയും പോവോ? കേറാകത്ത്.